أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار تدعونني لأكفر بالله وأشرك به ما ليس لي به علم وأنا أدعوكم إلى العزيز الغفار. لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. فستذكرون ما أقول لكم وأفوض أمري إلى الله إن الله بصير بالعباد. فوقاه الله سيئات ما مكروا وحاق بآل فرعون سوء العذاب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായി അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്, അവന്റെ സ്വർഗ്ഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാവുക, മുഖ്ലിസീങ്ങളാവുക. അല്ലാഹു അതിന് നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. 40-ാം അധ്യായമായ സൂറത്ത് ഗാഫിറിലെ 40 ആയത്തുകളാണ് അല്ലാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നാം പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ വിശ്വാസിയായ മനുഷ്യൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയോട് ചെന്നുകൊണ്ട് ധാരാളം വിഷയങ്ങൾ, ദുനിയാവിലെ പല കാര്യങ്ങൾ, അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന വേദനാജനകമായ ശിക്ഷകൾ, നാളെ പരലോകത്ത് കാത്തിരിക്കുന്ന ഭയാനകരമായ ശിക്ഷാമുറകളെ കുറിച്ചൊക്കെ ധാരാളം അദ്ദേഹം അവരെ വളരെ നല്ല നിലക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഗുണകാംക്ഷയോടുകൂടെ അദ്ദേഹം ആ ജനതയെ ഉപദേശിക്കുകയുണ്ടായി. എന്നാൽ 41-ാമത്തെ ആയത്തിലും വീണ്ടും അദ്ദേഹത്തിന്റെ ഉപദേശം തുടരുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടുന്ന മഹത്തായ സന്ദേശം, നമ്മളെ കുറച്ച് പറഞ്ഞ് ആരും കേൾക്കുന്നില്ല, ആരും വരുന്നില്ല, നമ്മൾ പറഞ്ഞ് അംഗീകരിക്കുന്നില്ല. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും അവരെ ഹക്ക് സ്വീകരിക്കാതെ വരുമ്പോൾ നമുക്കൊക്കെ ഒരു മനമടുപ്പുണ്ടാവും. എന്താ പറഞ്ഞു കൊടുത്തിട്ട്, എത്രയായി പറയാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി നമ്മളിത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയിട്ട്, ആയത്തല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, ഹദീസല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, എന്നിട്ടൊന്നും സ്വീകരിക്കണില്ലല്ലോ, അവരൊന്നും സത്യമാർഗത്തിലേക്ക് കടന്നു വരുന്നില്ലല്ലോ എന്ന നിരാശ നമ്മ ബാധിക്കുകയും അവസാനം ആ പ്രബോധനമൊക്കെ നിർത്തുന്ന, നീ മതി പറഞ്ഞത്, ഇനി പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് ഈ ചരിത്രത്തിലൂടെ, അദ്ദേഹത്തിന്റെ ഉപദേശത്തിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അത് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും അത് നമ്മുടെ ബാധ്യതയായി നാം ഏറ്റെടുക്കണം എന്നതാണ്. വീണ്ടും ആ വിശ്വാസിയായ മനുഷ്യൻ അവരെ വിളിച്ചുകൊണ്ട് പറയാണ്, വയാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാതി വതദ്ഉനനി ഇലൻ നാർ. ഖൗം, സമൂഹം, ഒരുപാട് പ്രാവശ്യം വന്നു. ഖൗം, സമൂഹം. യാ ഖൗം, ഏ സമൂഹമേ, എന്നുള്ള അർത്ഥം യാക്കുണ്ടാവുക. വയാ ഖൗമി, ഏ സമൂഹമേ, മാലി, എനിക്കെന്ത് പറ്റി, അല്ലെങ്കിൽ എനിക്കെന്താണ്, അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, ഞാൻ വിളിക്കുന്നു, കും, നിങ്ങളെ, അദ്ഉ, ഞാൻ വിളിക്കുന്നു, കും, നിങ്ങളെ. എവിടേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്? ഇലൻ നജാത്ത്, രക്ഷയുടെ രക്ഷയിലേക്ക്, മോക്ഷത്തിന്റെ, മുക്തിയുടെ മാർഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ നിങ്ങളെ ഒരിക്കലും തിന്മയിലേക്ക് വിളിക്കുന്നില്ല. ഞാൻ വിളിച്ചാൽ, നിങ്ങൾ അങ്ങോട്ട് കടന്നു വന്നാൽ അത് മുഖേന നിങ്ങൾക്ക് വിജയങ്ങളും രക്ഷയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എൻ്റെ ജനത,
ആ വിശ്വാസി പറയാം. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറയുന്നത് വതദഊനനി, എന്നാൽ നിങ്ങൾ എന്നെ വിളിക്കുന്നു, നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഇലന്നാർ, നരകത്തിലേക്കാണ്. നിങ്ങൾ എന്നോട് പറയുന്നത് എന്താ? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കണം, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തണം. അവര് പല മഹാന്മാരുടെയും പലരുടെയും രൂപത്തിൽ കെട്ടിയുണ്ടാക്കിയ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്യണം, അവരോട് തന്റെ സങ്കടങ്ങൾ പറയണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്നതിലേക്കല്ലേ നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്? ആ മാർഗം ഇലന്നാർ, അത് നരകത്തിന്റെ മാർഗമാണ്. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. എന്നാൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഒരിക്കലും നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കാനല്ല, മറിച്ച് രക്ഷയുടെ വഴി അഥവാ സ്വർഗീയ ഭവനത്തിലേക്ക്, സുഖസുന്ദരമായ സുഖലോക സ്വർഗത്തിൽ, ആ വിജയത്തിൽ, രക്ഷയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ആ വിശ്വാസിയായ മനുഷ്യൻ അവരോട് പറയുന്നു. വീണ്ടും അദ്ദേഹം പറയാം, തദ്ഊനനി ലിഅക്ഫുറ ബില്ലാഹി വഉശ്രിക ബിഹി മാ ലൈസ ലീ ബിഹി ഇൽം വഅന അദ്ഉകും ഇലൽ അസീസിൽ ഗഫാർ. തദ്ഊനനി, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ആദ്യം ക്ഷണിക്കുന്ന എവിടേക്കാ? ഇലന്നാർ, നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. പിന്നെ നിങ്ങൾ തദ്ഊനനി, എന്നെ നിങ്ങൾ ക്ഷണിക്കുന്നു, ലിഅക്ഫുറ ലിഅക്ഫുറ, ഞാൻ അവിശ്വസിക്കുവാൻ, ബില്ലാഹി, അല്ലാഹുവിൽ അവിശ്വസിക്കുവാനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. എല്ലാം സൃഷ്ടിച്ച, ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാം കാണുന്ന, എല്ലാത്തിനും കഴിയുന്ന, എല്ലാവരുടെ വിളിയും കേൾക്കുന്ന, എല്ലാവരുടെ വിളിക്കും ഉത്തരം നൽകാൻ കഴിയുന്ന ആ അല്ലാഹുവിൽ അവിശ്വസിക്കാനാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. തദ്ഊനനി, നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു, ലിഅക്ഫുറ ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അവിശ്വസിക്കുവാൻ വേണ്ടി നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. പിന്നെയോ വഉശ്രിക ബി, ഞാൻ അവനോട് പങ്കു ചേർക്കുവാനും, ഉശ്രിക് ഷിർക്ക്, പങ്കു ചേർക്കുക, ഉശ്രിക ഞാൻ പങ്കു ചേർക്കുവാൻ, ബിഹി അല്ലാഹുവിനെ കൊണ്ട് ഞാൻ പങ്കു ചേർക്കുവാനും നിങ്ങൾ എന്നെ വിളിക്കുന്നു. മാ ലൈസ ലീ ബിഹി ഇൽമ, മാ ലൈസ ലീ, എനിക്കില്ലതാനും, ബിഹി അതിനെപ്പറ്റി, ഇൽമുൻ ഒരു അറിവും ഇല്ല, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരു വസ്തുവെ അവനോട് പങ്കു ചേർക്കുവാനായാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. എന്നാൽ ഞാനോ വഅന അദ്ഉകും ഇലൽ അസീസിൽ ഗഫാർ, ഞാൻ അദ്ഉ, ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങളെ, വഅന അദ്ഉകും, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എവിടേക്ക്? ഇലൽ അസീസിൽ ഗഫാർ, അസീസ് പ്രതാപശാലി, ഇലൽ അസീസ് പ്രതാപശാലിയിലേക്ക്. അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ് അസീസ്. ഇലൽ അസീസ് പ്രതാപശാലിയിലേക്ക്, അൽ ഗഫാർ, ഗഫാർ വളരെ പൊറുക്കുന്നവൻ, ഏറെ പൊറുക്കുന്നവൻ. വഅന അദ്ഉകും ഇലൽ അസീസിൽ ഗഫാർ, ഞാൻ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലിയായവനിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്. വീണ്ടും അദ്ദേഹം അവരെ ഉപദേശിക്കുകയാണ്. എന്ത്? തദ്ഊനനി ലിഅക്ഫുറ ബില്ലാഹി വഉശ്രിക ബി മാ ലൈസ ലീ ബിഹി ഇൽമ, ഞാൻ അല്ലാഹുവിൽ അവിശ്വസിക്കുവാനും എനിക്ക് യാതൊരു അറിവുമില്ലാത്ത വസ്തുവെ ആ അല്ലാഹുവിനോട് പങ്കു ചേർക്കുവാനുമായിട്ടാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. ഞാനാണെങ്കിലോ ഏറെ പൊറുക്കുന്നവനും പ്രതാപശാലിയുമായവനിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 42-ാമത്തെ ആയത്തിൽ അദ്ദേഹം അവരോട് വീണ്ടും ഉപദേശിച്ചു. 41-ാമത്തെ ആയത്തിൽ, നിങ്ങളെ ഞാൻ രക്ഷയുടെ വഴിയിലേക്കാണ് ക്ഷണിക്കുന്നത്, നിങ്ങൾ എന്നെ നരകത്തിലേക്കുമാണ് ക്ഷണിക്കുന്നത്. മാലി, എനിക്കെന്താണ് എന്ന് ചോദിച്ചില്ലേ? അതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു ആശ്ചര്യത്തോടു കൂടെ ചോദിക്കുക, എന്തൊരു അത്ഭുതകരമായ ക്ഷണമാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. ഞാൻ നന്മയിലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ എന്നെ തിന്മയിലേക്ക് ക്ഷണിക്കുക. ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുക, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുക. വല്ലാത്തൊരു ആശ്ചര്യം തന്നെ എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ആ ആളുകളോട് ഈ വിശ്വാസിയായ മനുഷ്യൻ ഉപദേശിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആ സത്യവിശ്വാസിയായ സഹോദരൻ ആ ആളുകളെ തൗഹീദിലേക്ക് വ്യക്തമായ ഭാഷയിൽ എല്ലാ നിലക്കും എല്ലാ പോയിന്റുകളും ചർച്ച ചെയ്തുകൊണ്ട് ദുനിയാവിന്റെ ഭയാനകത, പരലോകത്തിലുണ്ടാകുന്ന ശിക്ഷാമുറകൾ എല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. തൗഹീദ് പറയുന്നതോടൊപ്പം അവർ അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന ആ വിഭാഗത്തോട് നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ഷിർക്കാണ്. ആ ഷിർക്കിനെ ശക്തമായി ആക്ഷേപിക്കുകയും ചെയ്തു. എന്നിട്ട് ആ വിശ്വാസി അവരോട് പറഞ്ഞത്,
അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്ക് അർഹൻ. എല്ലാം കേൾക്കുന്നത് അല്ലാഹു മാത്രമാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എല്ലാം അല്ലാഹു മാത്രമാണ്. എന്നാൽ ആ അല്ലാഹുവിന് ഒരു പങ്കുകാരനുള്ളതായി എനിക്ക് യാതൊരു അറിവുമില്ല. ഇനി ആരെങ്കിലും ആ റഹ്മാനായ റബ്ബിന് ഒരു പങ്കുകാര് ഉണ്ട് എന്ന് എനിക്ക് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിനെ ആരാധിക്കുമായിരുന്നു. ഞാൻ അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിക്കാത്തത് അല്ലാഹുവിന് ഒരു പങ്കുകാരൻ ഉള്ളതായി എനിക്ക് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ആരും അല്ലാഹുവിന് പങ്കുകാരായി ഇല്ല. എന്നിരിക്കെ ഇല്ലാത്ത ഒന്നിനെ ഞാൻ എങ്ങനെയാണ് അവനോട് പങ്കു ചേർക്കുക? ഇല്ലാത്തൊരു വസ്തുവിനെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കുക എന്നൊക്കെ വളരെ ശക്തമായി ആ വിശ്വാസിയായ മനുഷ്യൻ അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം വീണ്ടും അവരോട് പറയാം. എന്താ പറയുന്നത്? لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. لا جرم, لا ഇല്ല, അല്ലെങ്കിൽ അല്ല എന്നാത്ത ലാ അല്ല, ജറമ തീർച്ചപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപിതമായിരിക്കുന്നു. തീർച്ചയായും സ്ഥാപിതമായിട്ടുണ്ട്. എന്ത്? അന്നമാ തദ്ഊനനി ഇലൈഹി, അന്നമാ തീർച്ചയായും, തദ്ഊനനി നിങ്ങൾ വിളിക്കുന്നു, നീ എന്നെ, ഇലൈഹി അതിലേക്ക്, നിങ്ങൾ എന്നെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യമാണെന്ന് സ്ഥാപിതമായിരിക്കുന്നു. നിങ്ങൾ എന്നെ ക്ഷണിക്കുന്ന അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനല്ലേ? ആ കാര്യം സ്ഥിരപ്പെട്ടിരിക്കുന്നു. ലൈസ ലഹു അതിനില്ല, അതിനൊരു അർഹതയും ഇല്ല. ഏതാണത്? അല്ലാഹു അല്ലാതെ അവർ ആരാധിച്ചിരുന്ന ആ ബിംബങ്ങളെയും അല്ലാഹു അല്ലാതെ ആരാധിച്ചിരുന്ന ആ ശക്തികളെ കുറിച്ച് അതിനില്ല, അതിനൊരു അർഹതയും ഇല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തില്ല എന്ന് ബോധ്യപ്പെട്ടു? ദഅവത്തുൻ, ഒരു വിളിച്ചു പ്രാർത്ഥന ഇല്ല, അതിനോടുള്ള ഒരു വിളിച്ചു പ്രാർത്ഥന ഇല്ല, അല്ലെങ്കിൽ അതിന് ഒരു ക്ഷണം, അതിനോട് എന്തെങ്കിലും തന്റെ കാര്യങ്ങളും തന്റെ വേദനകളും അതിനോട് പറയുക എന്നത് അതൊരിക്കലും അർഹതപ്പെടാത്തതാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന കാര്യം വളരെ കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്, സ്ഥാപിതമായിട്ടുണ്ട് എന്ന് തറപ്പിച്ച് അദ്ദേഹം പറയാ. തൗഹീദിനെതിരെ നിങ്ങൾ ഷിർക്കിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ ആ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നത് ഉറപ്പിച്ചും തറപ്പിച്ചും തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ദുനിയാവിലും പാടില്ല, വലാ ഫിൽ ആഖിറ, പരത്തിലും ഇല്ല. അപ്പൊ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നത് തീരുമാനിക്കപ്പെട്ട, ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പിന്നീട് അവർക്ക് ഒരു താക്കീത് നൽകുക. എന്താ താക്കീത്? വഅന്ന മറദ്ദനാ ഇലല്ലാഹ്, മറജ് മടക്കം, നമ്മുടെ, വഅന്ന തീർച്ചയായും, അന്ന മറദ്ദനാ തീർച്ചയായും നമ്മുടെ മടക്കം, നമ്മുടെ തിരിച്ചു ചെല്ലൽ ഇലല്ലാഹ് അല്ലാഹുവിങ്കലേക്ക് തന്നെയാണ്. നമ്മളൊക്കെ അല്ലാഹുവിങ്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ട നമുക്ക് എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ കഴിയുക? എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു തേടാൻ കഴിയുക എന്നതാണ് ആ വിശ്വാസിയായ മനുഷ്യൻ അവരോട് ചോദിക്കുന്നത്. എന്നിട്ട് അവരോട് പറയുന്നു, വഅന്നൽ മുസ്രിഫീന ഹും അസ്ഹാബുന്നാർ, തീർച്ചയായും അതിര് കവിഞ്ഞവരാണെന്നും, ഹും അവർ മുസ്രിഫ്, ഇസ്റാഫ്, അമിതത്വം ചെയ്യുന്നവർ, അതിരു കവിഞ്ഞവർ, ഹും അവർ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാണ് എന്ന കാര്യവും തീരുമാനിക്കപ്പെട്ട വിഷയമാണ്. നമ്മളൊക്കെ അല്ലാഹുവിങ്കലേക്ക് മടങ്ങി പോകേണ്ടവരാണെന്നും അതിര് കവിഞ്ഞ ആളുകളൊക്കെ എല്ലാം നരകത്തിന്റെ ആളുകളാണ് എന്നത് അത് തീർച്ചയായും സ്ഥാപിതമായിട്ടുണ്ട്, അത് സത്യസന്ധമായി തീർച്ചപ്പെട്ടിരിക്കുന്ന കാര്യമാണ് എന്നാണ് അദ്ദേഹം ആ ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് എന്നെ വിളിക്കുമ്പോൾ ആ അല്ലാഹു അല്ലാത്ത ആളുകളെ അതിനെ ആരാധിക്കുക എന്നത് അതൊരിക്കലും പാടില്ലാത്ത, ലൈസ ലഹു ദഅവ, അതിനൊരു വിളിച്ച പ്രാർത്ഥനയുടെ ഒരു അർഹതയും ഇല്ലാത്ത ആളുകളിലേക്കാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്, ആരാധ്യ വസ്തുക്കളിലേക്കാണ് നിങ്ങൾ എന്നെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അത് തീർച്ചയായും അത്തരം ആളുകൾ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളായിരിക്കും എന്നത് തീർച്ചപ്പെട്ട കാര്യമാണ് എന്ന് അവർക്ക് ശക്തമായ താക്കീത് നൽകുകയാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചാൽ, അല്ലാഹുവിൽ മറ്റൊരു വസ്തുവിനെയോ ശക്തിയെയോ പങ്കു ചേർത്തുകൊണ്ട് ആരാധന സമർപ്പിച്ചാൽ അവർ അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളായിരിക്കും എന്ന താക്കീത് നൽകിയതിന് ശേഷം ആ വിശ്വാസിയായ മനുഷ്യന്റെ ഉപദേശം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ആ വിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ
കഴിയാവുന്ന ആ രീതിയിലൊക്കെ അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെ ഉപദേശിച്ചു. അതിന്റെ ഭവിഷ്യത്തുകൾ അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ അത് അദ്ദേഹത്തെ അംഗീകരിക്കുവാനോ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുവാനോ ആ ജനത തയ്യാറായില്ല എന്നാണ് ശേഷമുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അവസാനം ആ മാന്യനായ ആ വിശ്വാസി തന്റെ ജനതയുടെ നിലപാടിൽ വളരെ വികാരഭരിതനാവുകയാണ്. കാരണം എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. എന്തെല്ലാം പറഞ്ഞു കൊടുത്തു അതൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വരുന്നില്ല. വീണ്ടും അവരാ പഴയപടിയിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച് ആ ശിർക്കിൽ കൂപ്പുകുത്തിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവസാനം അദ്ദേഹത്തിന്റെ ആ ഉപദേശം അദ്ദേഹം ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്. 44-ാമത്തെ ആയത്തിൽ ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. അവസാനം ആ ആളുകൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു താക്കീത്, ഫസതദ്കുറൂന, എന്നാൽ നിങ്ങൾ വഴിയെ അറിയും, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. ഫസതദ്കുറൂന, വഴിയങ്ങൾ ഓർത്തുകൊള്ളും. മാ അഖൂലു, ഞാൻ പറയുന്നത് ലക്കും, നിങ്ങളോട് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അല്ലേ, അത് ഓർക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. അന്ന് നിങ്ങൾ ഓർക്കും ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ഞാൻ പറഞ്ഞത് അംഗീകരിച്ചാൽ മതിയായിരുന്നു, ഞാൻ വിളിച്ച ആ നജാത്തിന്റെ രക്ഷയുടെ ആ തൗഹീദിലേക്ക് കടന്നു വന്നാൽ മതിയായിരുന്നു, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ ഓർക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് ശക്തമായി അദ്ദേഹം ആ ജനങ്ങളെ താക്കീത് നൽകുകയാണ്. ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് വഴിയെ നിങ്ങൾ ഓർത്തുകൊള്ളും. വഉഫവ്വിളു അംരി ഇലല്ലാഹ്, വഉഫവ്വിളു, ഞാൻ വിട്ടുകൊടുക്കുകയാണ്, ഞാൻ ഭാരമേൽപ്പിക്കുകയാണ്, അംരി, എന്റെ കാര്യം, ഇലല്ലാഹ്, ഞാൻ എന്റെ കാര്യം എന്റെ നാഥനിലേക്ക്, എന്റെ റബ്ബിലേക്ക്, എന്റെ അല്ലാഹുവിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുകയാണ്, ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ് എന്റെ കാര്യം. ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, തീർച്ചയായും അല്ലാഹു ബസീറുൻ, അവൻ എല്ലാം കണ്ടറിയുന്നവനാണ്, ബിൽ ഇബാദി, അവന്റെ അടിമകളെ കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ കൊണ്ട് എല്ലാം കണ്ടറിയുന്നവനാണ് എന്ന താക്കീതോടുകൂടെ ആ വിശ്വാസി അദ്ദേഹത്തിന്റെ ഉപദേശം സമാപിപ്പിക്കുകയാണ് ഇവിടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് വഉഫവ്വിളു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അല്ലാഹുവിങ്കലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അല്ലാഹു അടിയാന്മാരെ പറ്റി കണ്ടറിയുന്നവനാണ് എന്നതാണ്. ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്, പല മുഫസ്സിറുകളും എഴുതി വെച്ചിട്ടുള്ളത്, ആ വിശ്വാസിയായ മനുഷ്യൻ തൗഹീദ് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പലതരത്തിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം. ഏതാണ് ആ പ്രയാസം, എന്ത് തരത്തിലുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് അവർ വിധിച്ചിട്ടുള്ളത്, എന്തെല്ലാമാണ് അവർ ചെയ്തിട്ടുള്ളത് ഒന്നും നമുക്കറിയില്ല. വ്യക്തമായി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏതായിരുന്നാലും അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ത്, വഉഫവ്വിളു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അല്ലാഹുവിങ്കലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അല്ലാഹു അവന്റെ അടിമകളെ പറ്റി ശരിക്ക് കൃത്യമായി കണ്ടറിയുന്നവനാണ്. ഹൃദയം നൊന്തുകൊണ്ടാണ്, വളരെ വേദനയോടുകൂടെയാണ് ആ വിശ്വാസിയായ മനുഷ്യൻ അവസാനത്തെ താക്കീത് നൽകിയത്. പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ അവർക്ക് സന്മനസ്സുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ വിശ്വാസം, അവരുടെ മനസ്സുകളിലേക്ക് കടന്നു കയറുന്നത് മുഴുവനും തടയപ്പെട്ടിരിക്കുകയാണ്. ഒന്നും അവർ കേട്ടില്ല. പല നിലക്കും അദ്ദേഹത്തെ ഒരു പക്ഷേ ഉപദ്രവിക്കാൻ ആ ആളുകൾ ശ്രമിച്ചിരിക്കാം എന്നൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും അവരുടെ ആ ഗൂഢാലോചനകൾക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസിയായ മനുഷ്യനെ രക്ഷപ്പെടുത്തുകയും എന്നാൽ ശത്രുക്കളെ അല്ലാഹു പരാജയപ്പെടുത്തുകയും ചെയ്തതിന്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് 45-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുന്നത്. പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.